എന്ന പ്രാർത്ഥനയുടെയും പിന്നീട് ഫാത്തിഹയുടെ ഭാഗമായി തുടങ്ങാൻ പോകുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഭാഗത്തിന്റെയും ഇടയിൽ അഊദുവിന്റെയും ബിസ്മിയുടെയും ഇടയിലും ഫാത്തിഹ സൂറത്ത് അതിന്റെ 7ാമത്തെ ആയത്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആ ഭാഗം പൂർത്തിയായ ശേഷം ആമീൻ ചൊല്ലുന്നതിന് മുൻപായി ഹ്രസ്വമായ നിശബ്ദത സുന്നത്താണ്. ആമീന്റെയും സൂറത്തിന്റെയും ഇടയിൽ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം റുക്കൂഇലേക്ക് പോകുമ്പോൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ, ആ അല്ലാഹു അക്ബറിന്റെയും സൂറത്ത് കഴിഞ്ഞ ഉടനെയുള്ള സമയത്തിന്റെയും ഇടയിൽ ഹ്രസ്വമായ നിശബ്ദത സുന്നത്താണ്. രണ്ടു കൈകൾ ചുമരിന് നേരെ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ 4. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് രണ്ടു കൈകൾ ചുമരിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. നൃത്തത്തിൽ നിന്ന് റുക്കൂഇലേക്ക് പോകുമ്പോൾ രണ്ടു കൈ ചുമരിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ രണ്ടു കൈ ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്തുവിന് ശേഷം 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ രണ്ടു കൈ ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. സുജൂദ് ചെയ്യുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടുകൾ, പിന്നെ കൈകൾ, നെറ്റി എന്നീ ക്രമം പാലിച്ച് നിലത്ത് വെക്കേണ്ടതാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദിൽ പുരുഷന്മാർ കൈകൾ 2 വശങ്ങളിൽ നിന്നും അകറ്റിവെക്കണം. സ്ത്രീകൾ കൈകൾ വശങ്ങളോട് ചേർത്തി വെക്കണം. നിസ്കാരത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഭാഗമാണ് സുജൂദ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് ചേർത്തിവെക്കൽ നിർബന്ധമാണ്. മൂക്ക് കൂടി ചേർത്തിവെക്കൽ സുന്നത്താണ്. 2 കാൽവിരലുകളുടെ പള്ള, 2 കാൽമുട്ടുകൾ, 2 കൈവെള്ളകൾ, നെറ്റി, ഈ 7 അവയവങ്ങൾ നിലത്ത് ചേർത്തിവെക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം സുജൂദ് സ്വഹീഹാകുന്നതല്ല. സുജൂദ് ചെയ്യുമ്പോൾ 2 കാൽവിരലുകളുടെ പള്ളഭാഗം നിലത്ത് ചേർത്തിവെക്കൽ നിർബന്ധമാണ്. എല്ലാ വിരലുകളുടെയും പള്ള ചേർത്തിവെക്കാൻ പ്രയാസമാണ് എങ്കിൽ ഏതെങ്കിലും ഒരു വിരലിന്റെയെങ്കിലും പള്ള ചേർത്തിവെക്കൽ നിർബന്ധമാണ്. അല്ലാഹു അക്ബർ. സുജൂദുകൾക്കിടയിൽ ഇരിക്കേണ്ട വിധം ശ്രദ്ധിക്കുക. റബ്ബി ഇഗ്ഫിർ ലീ വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇങ്ങനെ ഇരിക്കുന്നതിന് ഇഫ്തിറാശിന്റെ ഇരുത്തം എന്ന് പറയുന്നു. 1, 3 റക്അത്തുകളിലെ സുജൂദുകൾക്ക് ശേഷം അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പം ഇരിക്കൽ സുന്നത്താണ്. ഇതിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നു. 2 റക്അത്ത് പൂർത്തിയായ ശേഷം തശഹുദ് അത്തഹിയാത്ത് ഓതണം. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാശിന്റെ ഇരുത്തം ഇരിക്കണം. 2-ലധികം റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ തശഹുദും സ്വലാത്തും ചൊല്ലിയാൽ മതി. വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലാൻ പാടില്ല. التحيات المباركات الصلوات الطيبات لله. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على سيدنا محمد. എല്ലാ തിരുമുൾ കാഴ്ചകളും ബറക്കത്തുകളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. നബിയെ,
അങ്ങേക്ക് അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അവന്റെ രക്ഷയുണ്ടാവട്ടെ. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. ഇവിടെ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ വലത് ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തണം. അപ്പോൾ ദൃഷ്ടികൾ വിരലിൽ കേന്ദ്രീകരിക്കുക. തുടർന്ന് കൈ ഉയർത്തി അല്ലാഹു അക്ബർ ചൊല്ലി 3-ാം റക്അത്തിലേക്ക് പ്രവേശിക്കുന്നു. ബാക്കിയുള്ള റക്അത്തുകൾ പൂർത്തീകരിക്കുന്നു. അവസാനമായി അത്തഹിയ്യാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും ദുആയും നിർവഹിക്കുന്നു. അവസാനത്തെ അത്തഹിയ്യാത്തിന് തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നതിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. അത്തഹിയ്യാതുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل على سيدنا محمد. അത്തഹിയ്യാത്തിനിരിക്കുമ്പോൾ 2 കൈകളും തുടയിൽ കാൽമുട്ടിനടുത്ത് വെക്കണം. ഇടതുകൈ നിവർത്തി വെക്കുകയും വലതുകൈ പൂട്ടിപ്പിടിക്കുകയും വേണം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം വർഷിച്ചതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ. തീർച്ചയായും നീ സ്തുത്യർഹനും പദവിയുള്ളവനുമാകുന്നു. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ, ഞാൻ നേരത്തെ ചെയ്തതും പിന്നീട് ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്തതും അമിതമായി ചെയ്തതുമായ പാപങ്ങളെ നീ എനിക്ക് മാപ്പ് നൽകണമേ. അവയെപ്പറ്റി എന്നെക്കാൾ കൂടുതലായി നീ അറിയുന്ന എന്റെ ഓരോ പാപത്തിനും നീ മാപ്പ് നൽകണമേ. നീയാണ് മുന്തിക്കുന്നവൻ, നീയാണ് പിന്തിക്കുന്നവൻ, നീയല്ലാതെ ഇലാഹില്ല. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നരകശിക്ഷയിൽ നിന്നും ജീവിത മരണത്തിന്റെ ഫിത്നകളിൽ നിന്നും മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇപ്രകാരമാണ് സലാം വീട്ടേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടർന്ന് ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്,